ഹലോ എവ്രി വൺ, വെൽക്കം ടു നിമിഷ സ്മാർട്ട് കുക്കിംഗ്. ഇന്ന് ഞാൻ വന്നത് വിൻ്റർ സ്പെഷ്യൽ ഗൂന്ദ് ലഡ്ഡുയുടെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്നത്തെ എഡിബിൾ ഗമ്മാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. ഇതാണെങ്കിൽ ഓൺലൈൻ ആണെങ്കിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. പിന്നെ എല്ലാ സാധനവും നമുക്ക് വീട്ടിൽ തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് ഹെൽത്തി ലഡ്ഡു എങ്ങനെ ഉണ്ടാക്കാൻ നമുക്കൊന്ന് കണ്ടാലോ. നിങ്ങൾക്ക് തലകറക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ക്ഷീണമോ ഉണ്ടെങ്കിൽ എല്ലാം മാറിക്കിട്ടാൻ നമുക്ക് ഹെൽപ്പ് ചെയ്ത്. അപ്പോൾ ഏറ്റവും അധികം ഒരു കടായിലേക്ക് ഞാനാണെങ്കിൽ 2 ടേബിൾ സ്പൂൺ മെലൺ സീഡ്സും 2 ടേബിൾ സ്പൂൺ ഖസ്ഖസും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. നന്നായിട്ടൊന്ന് പൊട്ടിക്കഴിയുമ്പോൾ അത് നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം. ഇനി നമുക്കാണെങ്കിൽ 1 ടേബിൾ സ്പൂൺ നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ടോട്ടൽ നമുക്ക് 200 ഗ്രാം നമുക്ക് നെയ്യുടെ ആവശ്യം വരുന്നത്. ഇനി ഇതിനകത്താണെങ്കിൽ 50 ഗ്രാം ഞാനാണെങ്കിൽ ബദാം ആഡ് എടുത്തിട്ടുണ്ട്, 50 ഗ്രാം ഞാൻ കാഷ്യൂനട്ട് ആഡ് എടുത്തിട്ടുണ്ട്. പിന്നെ അതും നമുക്കാണെങ്കിൽ നന്നായിട്ട് നെയ്യിലൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് പിസ്സയും വേണമെങ്കിൽ അതും ആഡ് ചെയ്തെടുക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. എല്ലാം ഒന്ന് നമ്മൾ നെയ്യിലൊക്കെ ആണെങ്കിൽ എന്തുപോലെ റോസ്റ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ എൻ്റെ ഷെൽഫ് ലൈഫ് നന്നായിട്ട് കൂടി കിട്ടും കേട്ടോ. കുറേ ദിവസത്തേക്ക് 1 മാസം വരെ കേടുകൂടാതെ നമുക്ക് സൂക്ഷിക്കാം. പിന്നെ ഞാനാണെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ വെച്ചാണെങ്കിൽ 2 ടേബിൾ സ്പൂൺ യെല്ലോ റൈസൻസും 2 ടേബിൾ സ്പൂൺ ബ്ലാക്ക് റൈസൻസും ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നന്നായിട്ടൊന്ന് ഇതുപോലെ പൊങ്ങി വന്നു കഴിയുമ്പോൾ നമുക്ക് മാറ്റി കൊടുക്കാം. ഇനി നമുക്ക് ഇതുപോലെ എഡിബിൾ ഗം നമുക്ക് ഓൺലൈൻ പർച്ചേസ് ചെയ്യാൻ കിട്ടും. അപ്പോൾ ഇതാണെങ്കിൽ 150 ഗ്രാം ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് കഴിക്കാൻ നല്ലതാണ് കേട്ടോ. അത് കഴിച്ച് തീർച്ചയായിട്ടും നിങ്ങൾക്ക് നമ്മുടെ ജോയിൻറ്റിനൊക്കെ വേദനയുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിത് നല്ലതാണ് കേട്ടോ കഴിക്കുന്നത്. ഈ സമയത്തൊക്കെ കഴിക്കണം ഇത്. അപ്പം ഇത് നമുക്കിതുപോലെ നെയ്ക്കകത്ത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വറുത്തെടുത്താൽ മതി കേട്ടോ. അതുപോലെ പൗഡർ ഫോമിലാവണം. അപ്പോൾ അതുവരെ വേണം നന്നായിട്ട്. ഹൈ ഫ്ലെയിമിൽ വെച്ച് ഒത്തിരി ഡാർക്കിഷ് കളർ ആക്കി എടുത്തു കഴിഞ്ഞാൽ പിന്നെ മേളിൽ നിന്ന് കളർ വരും, ഉള്ളിൽ നിന്ന് പച്ചയായിട്ടിരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യലും മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം എല്ലാം നന്നായിട്ട് വറുത്തെടുക്കാനായിട്ട്. അല്ലെങ്കിൽ നമ്മൾ ലഡ്ഡു കഴിക്കുമ്പോൾ ഉണ്ടല്ലോ വായിൽ ഒട്ടിപ്പിടിക്കും, പല്ലൊക്കെ ആണെങ്കിൽ ഒട്ടിപ്പിടിക്കുന്നത് നമുക്ക് തോന്നും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം എല്ലാം വറുത്തെടുക്കാൻ. 150 ഗ്രാം ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നേ ഗുന്തർ. ഇനി നമുക്കാണെങ്കിൽ 1 കപ്പ് നമുക്ക് മഖാന എടുത്ത് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. ഇന്നത്തെ നെയ്യ് ഉണ്ടായിരുന്നു കുറച്ച് കേട്ടോ. അതുകൊണ്ട് ഞാൻ എക്സ്ട്രാ നെയ്യൊന്നും ഇട്ട് കൊടുത്തില്ല. പിന്നെ അത് നന്നായിട്ടൊരു പൗഡർ ഫോമിലായി വരുന്നവരെ നമുക്ക് കയ്യിൽ നിന്ന് പൊടിച്ച് വെക്കണം കേട്ടോ. നന്നായിട്ട് പൊടിഞ്ഞുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് മാറ്റി കൊടുക്കാം. ഇനി നമുക്കാണെങ്കിൽ 1 കൊപ്ര മുഴുവനായിട്ട് എടുത്ത് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ഗ്രാമിൽ നോക്കുകയാണെങ്കിൽ 100 ഗ്രാം ഉണ്ട്. അത് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മാത്രം മതി. ഇനി നമുക്കാണെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അത് നമുക്ക് 2 ടേബിൾ സ്പൂൺ നമുക്കാണെങ്കിൽ കടലമാവ് ഇട്ട് കൊടുക്കാം. 2-3 മിനിറ്റ് നന്നായിട്ടൊന്ന് റോസ്റ്റായി വന്നു കഴിയുമ്പം 250 ഗ്രാം ഞാനാണെങ്കിൽ നമ്മൾ നോർമൽ ചപ്പാത്തിക്ക് ഗോതമ്പ് പൊടി എടുക്കത്തില്ലേ നമ്മൾ, ആ പൊടി ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണെങ്കിൽ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നല്ലതായിട്ടൊരു ഗോൾഡൻ കളറായി വരുന്നവരെ ബ്രൗണിഷ് കളർ ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ എങ്ങനെയായിരുന്നു, ഇപ്പോഴത്തെ കളർ എങ്ങനെ ഇതുപോലെ ആയി വരണം കേട്ടോ. ഈ പാകമായി വരുമ്പോൾ നമുക്കൊരു മിക്സിംഗ് ബൗളിലോട്ട് എല്ലാം നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കാണെങ്കിൽ എല്ലാം നമ്മൾ റെഡിയാക്കി വെച്ചിരുന്നെല്ലാം കുറേശ്ശെയായിട്ട് പൊടിച്ച് നമുക്കാണെങ്കിൽ ഈ ഗോതമ്പ് പൊടി ഇട്ട് വെച്ചേക്കുന്നില്ല അതിനകത്തോട്ട് നമുക്ക് എല്ലാം ഇട്ട് കൊടുക്കണം കേട്ടോ. അത് ഞാനാണെങ്കിൽ ഖസ്ഖസും മെലൺ സീഡ്സും പൊടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്കാണെങ്കിൽ ഇതേ കൊപ്ര അതും ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ തന്നെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. പക്ഷേ കാണാൻ ലുക്കിന് വേണ്ടി നമ്മളെങ്ങനെ ചെയ്യുന്നത് മഖാനയും പൊടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കാജു ബദാം അതും ഞാൻ ഇതുപോലെ ഒന്ന് പൊടിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കാണെങ്കിൽ ഇതെല്ലാം നമുക്കത് മിക്സാക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഇനി നമുക്കാണെങ്കിൽ ഇടികൾ ഗമ്മില്ലേ നമ്മുടെ, അതാണെങ്കിൽ നമുക്കതും ഇതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ വല്ല പൊട്ടറ്റോ മേഷറോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിട്ട് മേഷ് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഞാൻ ഇച്ചിരി പണി പെട്ടെന്നാവാൻ വേണ്ടി എങ്ങനെ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതെല്ലാം നമുക്കൊന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി കിടക്കാം. നമ്മുടെ ഇടികൾ ഗമ്മില്ലേ അത് നമ്മൾ വറുത്ത് വെച്ചാൽ അതും നമ്മൾ ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് ഇതിനകത്ത് ചേർത്ത് മിക്സാക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇനി നമുക്കാണെങ്കിൽ ആ കടായിലോട്ട് തന്നെ നമുക്കാണെങ്കിൽ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. നമ്മൾ മുന്തിരിങ്ങ വറുത്ത് വെച്ചില്ലായിരുന്നു, അതും കൂടെ ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കണേ. അപ്പോൾ ഇതിനകത്ത് 2 ടേബിൾ സ്പൂൺ ഞാൻ നെയ്യും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനാണെങ്കിൽ ഇതിനകത്ത് 300 ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതുപോലെ പൊടിച്ച് നല്ല പാകത്തെ പെട്ടെന്ന് തന്നെ മെൽറ്റായി കിട്ടും കേട്ടോ. ഒത്തിരി ഒന്നും പാകത്തിനാക്കണ്ട, ചെറുതായിട്ടൊന്ന് മെൽറ്റായി കിട്ടിയാൽ മാത്രം മതി. പിന്നെ ഒരു 5 ഏലക്കയും പിന്നെ ഒരു പകുതി ജാതിക്കയും കൂടെ പൊടിച്ചെടുക്കുക. അതും കൂടെ നമുക്ക് അതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കണം. ഏതാണ്ട് അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ശർക്കരയൊക്കെ ഉരുക്കി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി 1 ടേബിൾ സ്പൂൺ ചുക്കുപൊടി ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ നമുക്ക് ഗൺഠോട പൗഡറും ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ഇത് കിട്ടുന്നതുകൊണ്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അതില്ലെങ്കിൽ പിന്നെ നമുക്കാണെങ്കിൽ ജാതിക്കയും ഏലക്കയും ചുക്കുപൊടി മാത്രം ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇതെല്ലാം ഇട്ട് നന്നായിട്ട് അത് മിക്സ് ആക്കി കൊടുക്കാം. നമ്മൾ ശർക്കര ഉരുക്കി വെച്ചിരുന്നില്ലേ അത് നമുക്ക് അതിനകത്തോട്ടൊന്ന് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ചൂടല്ലേ, തൊടാൻ പറ്റത്തില്ല. തവിയും കൊണ്ട് ആദ്യം ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. കൈ തൊടാൻ പാകത്തിനാകുമ്പോൾ ഒത്തിരി തണുക്കാൻ കൊടുക്കണ്ട കേട്ടോ. ചെറിയൊരു കൈ തൊടാൻ പറ്റുന്ന ചൂടാകുമ്പോൾ നമുക്കിതിൻ്റെ ലഡ്ഡു ഫോമിൽ ആക്കിയെടുക്കണം. ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എങ്ങനെ എൻ്റെ റെസിപ്പീസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയിക്കുക. ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. പിന്നെ ഇതേവരെ പുതിയ കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യാൻ മറന്നുപോലെ. എന്നും രാവിലെ എണീക്കും നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് വേറെ ഒന്നും കഴിക്കേണ്ട കേട്ടോ. ഈ ഒറ്റൊരു ലഡ്ഡു മാത്രം കഴിച്ചാൽ മതി. നിങ്ങളുടെ വയറ് ഫുള്ളായിട്ടിരിക്കും. പിന്നെ ഉച്ചയ്ക്ക് നമുക്ക് നോർമൽ രീതി നമ്മൾ ആഹാരം കഴിക്കുന്ന രീതി കഴിച്ചാൽ മതി. ദിവസത്തിൽ 1 ലഡ്ഡു കഴിച്ചാൽ മതി കേട്ടോ. അപ്പോൾ നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാ സാധനം നിങ്ങൾക്ക് വീട്ടിൽ തന്നെ കിട്ടും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു, യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. നാളെ നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എത്തിക്കും. ബൈ ഫ്രണ്ട്, താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ടേക്ക് കെയർ.